3, 2, 1, 0. Liftoff normal. Majestic liftoff of the PSLV C-59 Proba. പ്രോബ 3 വിജയകരമായി വിക്ഷേപിച്ചു. അഭിമാനമായി PSLV. കൃത്യമായ സൂര്യഗ്രഹണം സൃഷ്ടിച്ചുള്ള പരീക്ഷണം. ISROയെ അഭിനന്ദിച്ച രാജ്യം. मी देवेंद्र सरिता गंगाधरराव फडणवीस ईश्वर साक्ष शपथ घेतो की कायद्याद्वारे स्थापित झाले आहे अशा भारताच्या संविधानाबद्दल मी खरी श्रद्धा व निष्ठा बाळगेन. മഹാരാഷ്ട്രയെ ഇനി ദേവേന്ദ്ര ഫട്നാവിസ് നയിക്കും. ഏക്നാഥ് ഷിൻഡെയും അജിത് പവാറും ഉപമുഖ്യമന്ത്രിമാർ. ചടങ്ങിൽ പങ്കെടുത്ത NDA നേതാക്കൾ. ആഘോഷമാക്കി പ്രവർത്തകർ. കളർകോട് വാഹനാപകടത്തിൽ ചികിത്സയിലായിരുന്ന ഒരു വിദ്യാർത്ഥി കൂടി മരിച്ചു. വിട്ടുപിരിഞ്ഞത് എടത്ത സ്വദേശി ആൽവിൻ. മരിച്ച വിദ്യാർത്ഥികളുടെ എണ്ണം 6 കാർ ഓടിച്ച വിദ്യാർത്ഥിയെ പ്രതി ചേർത്ത് പോലീസ് റിപ്പോർട്ട്. സിൽവർ ലൈൻ യാഥാർത്ഥ്യമാകുമോ? റെയിൽവേയുമായി ചർച്ച നടത്തി കെ-റെയിൽ. ചർച്ച പോസിറ്റീവെന്ന് MT. പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് VD സതീശൻ. പ്രതിഷേധം തുടങ്ങി സമരസമിതി. സ്മാർട്ട് സിറ്റിയിൽ ടീകോമിന് നഷ്ടപരിഹാരം നൽകാനുള്ള സർക്കാർ നീക്കം വിവാദത്തിൽ. സർക്കാർ നഷ്ടം നികത്തുന്നത് എന്തിനെന്ന് പ്രതിപക്ഷം. നീക്കത്തിൽ ദുരൂഹത ആരോപിച്ച് VD സതീശൻ. പദ്ധതി ഉപേക്ഷിക്കുകയില്ലെന്ന് P. രാജി. നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം വേണ്ടെന്ന് സർക്കാർ. നിലപാട് ഹൈക്കോടതിയെ നാളെ അറിയിക്കും. സിദ്ധാർത്ഥന്റെ ആത്മഹത്യയിൽ പ്രതികളായ വിദ്യാർത്ഥികളെ ഡീബാർ ചെയ്ത നടപടി ഹൈക്കോടതി റദ്ദാക്കി. പഠനം തുടരാൻ അവസരം നൽകണമെന്ന് സർവകലാശാലയ്ക്ക് നിർദ്ദേശം. വിശദമായി കിടക്കുമ്പോൾ ബഹിരാകാശത്ത് പുതുചരിത്രമെഴുതി ISRO. വാണിജ്യ ബഹിരാകാശ ദൗത്യമായ പ്രോബ 3 വിജയകരമായി വിക്ഷേപിച്ചു. സൗരപര്യവേക്ഷണത്തിലുള്ള യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ 2 പേടകങ്ങളാണ് ഒരേ സമയം വിക്ഷേപിച്ചത്. 6, 5, 4, 3, 2, 1, 0. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വൈകിട്ട് 4:04 പ്രോബ 3യുടെ വിക്ഷേപണം. ഉപഗ്രഹത്തിലെ സാങ്കേതിക പ്രശ്നത്തെ തുടർന്ന് ഇന്നലെ നിശ്ചയിച്ചിരുന്ന വിക്ഷേപണം മാറ്റിയതിന്റെ ആശങ്കകൾ പൂർണ്ണമായും അകറ്റി PSLV C-59 ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ചു. 1, 0. Liftoff normal. Majestic liftoff of the PSLV C-59 Proba mission from the Satish. यहाँ PSLV C-59 प्रमोशन यान का सफलतापूर्ण उत्थापन रेंज ऑपरेशन डायरेक्टर ने भी. അഭിമാന നിമിഷമെന്ന് ISRO ചെയർമാൻ S. സോമനാഥ്. The PSLV C-59 Proba 3 mission is successfully accomplished. The spacecraft has been placed in the right orbit, which is a very highly elliptical orbit of almost 600 kilometer perigee. That's the closest point to Earth, and 60,000 kilometers at its apogee, the farthest point, and an inclination of 59 degrees. It has been precisely achieved by PSLV in its 61st mission. So congratulations to the entire PSLV project team as well as for Proba team. And we wish all the very best to Proba for their further operations and achieving the mission goals. Congratulations to both the teams. Thank you. യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിക്ക് വേണ്ടിയുള്ള ISROയുടെ വാണിജ്യ ബഹിരാകാശ ദൗത്യമാണ് പ്രോബ 3. സൗരപര്യവേഷണമാണ് ലക്ഷ്യം. 310 കിലോഗ്രാം ഭാരമുള്ള കൊറോണഗ്രാഫ്, 240 കിലോഗ്രാം ഭാരമുള്ള ഒക്യുൾട്ടർ എന്നീ 2 കൃത്രിമ ഉപഗ്രഹങ്ങളുമായാണ് പ്രോബ 3 കുതിച്ചുയർന്നത്. ISROയുടെ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും സഹകരിച്ചായിരുന്നു ദൗത്യം. സൂര്യന്റെ അന്തരീക്ഷത്തിലെ ഏറ്റവും ബാഹ്യഭാഗത്തുള്ളതും ചൂടേറിയതുമായ കൊറോണയെക്കുറിച്ചുള്ള പഠനമാണ് പ്രോബ 3യിലെ ഉപഗ്രഹങ്ങളുടെ ലക്ഷ്യം. ബഹിരാകാശത്ത് കൃത്രിമമായി സൂര്യഗ്രഹണം സൃഷ്ടിച്ചാണ് കൊറോണഗ്രാഫും ഒക്യുൾട്ടറും സൂര്യനെക്കുറിച്ച് പഠിക്കുക.
ഭൗമനിരീക്ഷണത്തിനായി 2001-ലും 2009-ലും നടത്തിയ പ്രോബ 1, 2 ഉപഗ്രഹ വിക്ഷേപണങ്ങൾക്ക് ശേഷമാണ് സൗരപര്യവേഷണത്തിനുള്ള പ്രോബ 3 വിക്ഷേപണം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മഹാനായകൻ ഫട്നാവിസ്. മുംബൈയിലെ ആസാദ് മൈതാനിയിൽ നടന്ന പ്രൗഢഗംഭീര ചടങ്ങിലാണ് ദേവേന്ദ്ര ഫട്നാവിസ് 3ാം തവണയും മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. ശിവസേന തലവൻ ഏക്നാഥ് ഷിൻഡെയും NCP നേതാവ് അജിത് പവാറും ഉപമുഖ്യമന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. 3ാം തവണയും മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ദേവേന്ദ്ര ഫട്നാവിസിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ആസാദ് മൈതാനിയിൽ നടത്തിയ പരിപാടിയിൽ കേന്ദ്രമന്ത്രിമാരും NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരും ഉൾപ്പെടെ നിരവധി രാഷ്ട്രീയ പ്രമുഖർ പങ്കെടുത്തു. മനു ഭരത് ചേരുന്നു. മനു, ഫട്നാവിസിനെ സംബന്ധിച്ച് ഇത് 3ാം ഊഴമാണ്. എങ്ങനെ പ്രൗഢഗംഭീരമായിരുന്നു ഈ സത്യപ്രതിജ്ഞ ചടങ്ങ്? സജിത്, വർണ്ണാഭമായ ചടങ്ങ് എന്ന് തന്നെ പറയാം. നിരവധി രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുക്കുന്നു. കേന്ദ്രമന്ത്രിമാർ, പ്രധാനമന്ത്രിക്ക് പുറമെ നിരവധി കേന്ദ്രമന്ത്രിമാർ ചടങ്ങിൽ പങ്കെടുത്തു. ഒപ്പം NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എത്തി. സൽമാൻ ഖാൻ തുടങ്ങിയ താരങ്ങൾ എത്തി. അങ്ങനെ വർണ്ണാഭമായ ഒരു ചടങ്ങാണ് അവിടെ നടന്നത്. മഹാരാഷ്ട്രയിൽ BJP നേടിയ ഏറ്റവും വലിയ വിജയം രാജ്യമെമ്പാടും ആചരിക്കുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്ന തലത്തിലേക്ക് ഈ പരിപാടിയെ ഉയർത്താൻ BJP ലക്ഷ്യമിട്ടിരുന്നു. അത് ഏറെക്കുറെ സാധ്യമായി എന്ന് തന്നെ പറയാം. അതേസമയം ഈ പ്രതിപക്ഷ നേതാക്കളുടെ അസാന്നിധ്യം ഈ ചടങ്ങിൽ വ്യക്തമായി. ഒരു ജനാധിപത്യ മര്യാദ എന്ന നിലയിൽ പ്രതിപക്ഷ നേതാക്കൾ സാധാരണ ഇത്തരം ചടങ്ങുകളിൽ വരാറുണ്ട്. ഏതായാലും ശരത് പവാർ ഉൾപ്പെടെയുള്ളവർ അങ്ങോട്ടേക്ക് എത്തിയില്ല എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമാണ്. മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം മഹാരാഷ്ട്രയുടെ പ്രിയപ്പെട്ട ദേവ ബൗ എന്ന് അവിടെ മഹാരാഷ്ട്രക്കാർ വിളിക്കുന്ന ദേവേന്ദ്ര ഫട്നാവിസ് 3ാം തവണയും സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഈ മഹായുദ്ധി സഖ്യം എത്ര കെട്ടുടപ്പോടുകൂടി മുന്നോട്ട് അദ്ദേഹത്തിന് കൊണ്ടുപോകാൻ കഴിയും എന്ന വലിയ ചോദ്യമാണ് ഉയർന്നത്. ഏതായാലും പ്രധാനമന്ത്രി ഈ ചടങ്ങിന് നേരിട്ടെത്തി ദേവേന്ദ്ര ഫട്നാവിസിനെയും അതുപോലെ ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ഏക്നാഥ് ഷിൻഡെയും അജിത് പവാറിനെയും ആശംസകൾ അറിയിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തു. ഇത് ഫട്നാവിസിന് ഇത് 3ാം ഊഴം. പാർലമെന്റിൽ ഇന്നും അദാനി വിഷയത്തിൽ പ്രതിഷേധവുമായി പ്രതിപക്ഷം. വിഷയം ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ലോക്സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അദാനി വിഷയത്തിൽ പിന്നോട്ടില്ലെന്ന് വ്യക്തമാക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും. ഈ വിഷയത്തിൽ ഇന്ത്യ മുന്നണിയിലെ ഭിന്നത കണക്കിലെടുക്കേണ്ടതില്ലെന്നാണ് നിലപാട്. സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണമാണ് ആവശ്യം. മോദിയും അദാനിയും ഒന്നാണെന്നെഴുതിയ ജാക്കറ്റ് ധരിച്ചാണ് പ്രതിപക്ഷ MP-മാർ പാർലമെന്റിലെത്തിയത്. മോദിയും അദാനിയും ഒന്നാണെന്ന ബാനറും MP-മാർ പിടിച്ചു. അദാനിക്കെതിരെ അന്വേഷണം നടത്താൻ മോദിക്കാവില്ലെന്നും അദാനിക്കെതിരായ അന്വേഷണം തനിക്കെതിരായ അന്വേഷണമായി മാറുമെന്ന് മോദിക്ക് അറിയാമെന്നും രാഹുൽ ഗാന്ധി. आप अपना ही इन्वेस्टिगेशन कराओगे कभी? आप करा सकते हो अपना इन्वेस्टिगेशन? इसलिए नहीं होगा. मोदी जी अदानी जी का इन्वेस्टिगेशन नहीं करा सकते क्योंकि अगर वो कराएंगे तो वो अपना ही इन्वेस्टिगेशन कराएंगे. വിഷയം ചർച്ച ചെയ്യാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ലോക്സഭയിൽ നിന്നിറങ്ങിപ്പോയി. തൃണമൂൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും പ്രതിപക്ഷ പ്രതിഷേധത്തിൽ നിന്ന് വിട്ടുനിന്നു. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ MP-മാർ പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിച്ചു. പ്രതിപക്ഷ നിരയിലെ ഭിന്നത പരസ്യമായെന്നും പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്താനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നുമാണ് BJPയുടെ മറുപടി. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. എന്തിന് ടീകോമിന് നഷ്ടപരിഹാരം? കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതി ഉപേക്ഷിക്കാൻ ടീകോമിന് സർക്കാർ നഷ്ടപരിഹാരം നൽകുന്നത് നിരവധി സംശയങ്ങൾക്ക് ഇട നൽകുകയാണ്. പദ്ധതി പൂർത്തീകരിക്കാത്ത കമ്പനിയിൽ നിന്നും സർക്കാരിന് നഷ്ടപരിഹാരം ഈടാക്കാൻ വ്യവസ്ഥയുണ്ടെന്നിരിക്കെ അങ്ങോട്ട് പണം നൽകുന്നത് സർക്കാരിൻ്റെ നീക്കം വലിയ ദുരൂഹത ആരോപിക്കപ്പെടുകയാണ്. സർക്കാരിൻ്റെ നീക്കത്തിൽ ദുരൂഹത ആരോപിച്ച് പ്രതിപക്ഷവും രംഗത്ത് വന്നിട്ടുണ്ട്. 2011 ഒപ്പിട്ട കരാർ പ്രകാരം ടീകോം കരാർ പാലിക്കുന്നില്ലെങ്കിൽ സർക്കാരിന് നഷ്ടപരിഹാരം നൽകണം. പക്ഷേ ഇന്നലത്തെ മന്ത്രിസഭാ തീരുമാനപ്രകാരം കരാറിൽ നിന്നും പിന്നോട്ട് പോവാൻ സർക്കാർ അങ്ങോട്ട് പണം നൽകും. ഇത് നിശ്ചയിക്കാനാണ് സമിതിയെ നിയോഗിച്ചത്.
13 വർഷം സംസ്ഥാനത്തിന്റെ IT സ്വപ്നങ്ങളെ പിന്നോട്ടടിച്ച കമ്പനിക്ക് എന്തിന് പണം നൽകണമെന്നതാണ് ചോദ്യം. കരാർ വ്യവസ്ഥകൾ മറികടന്ന് സർക്കാർ ഇത്തരമൊരു നീക്കം നടത്തുന്നതിൽ ദുരൂഹതയുണ്ട്. ഓരോ മൈൽ സ്റ്റോൺ അത് പിന്നിടാതിരിക്കുമ്പോൾ അത് എന്തുകൊണ്ടാണ് എന്ന് ഉത്തരവാദിത്തപ്പെട്ടവരാരാണ്? മുഖ്യമന്ത്രി അന്വേഷിച്ചു, വ്യവസായ മന്ത്രി അന്വേഷിച്ചു. കോടിക്കണക്കിന് രൂപയുടെ ഭൂമിയുണ്ട് അവിടെ. 248 ഏക്കർ ഭൂമിയാണ്. ആ ഭൂമി സ്വന്തക്കാർക്കും ഇഷ്ടക്കാർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢനീക്കമാണ് ഇതിന്റെ പുറകിൽ. ഭൂമി കച്ചവടമാണ്. ഒന്നാം ഘട്ട ഉദ്ഘാടനം ചെയ്തതല്ലേ 2016. ഈ 8 വർഷത്തിനിടയിൽ സ്മാർട്ട് സിറ്റിക്ക് എന്താണ് സംഭവിച്ചത്? എവിടെയെങ്കിലും ഗവൺമെന്റ് ചർച്ച ചെയ്തിട്ടുണ്ടോ? ഒരു മന്ത്രിസഭാ യോഗം കൂടി ഇതിൽ നിന്ന് പിന്മാറാനും ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള തീരുമാനം എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി ജനങ്ങളോട് പറയണം. ലാൻഡ് വാല്യൂ ഏറെയുള്ള 246 ഏക്കർ ഭൂമി ഒഴിപ്പിച്ചെടുക്കാൻ സർക്കാർ ചില വിട്ടുവീഴ്ചയ്ക്ക് വഴങ്ങുകയാണെന്ന് വാദിക്കാം. പക്ഷേ ഇത് എന്തിനു വേണ്ടി, ആർക്കുവേണ്ടി? സ്മാർട്ട് സിറ്റി ഭൂമിയിൽ ഇനി സർക്കാർ ലക്ഷ്യമിടുന്നത് എന്ത്? വ്യക്തത വരുത്തേണ്ടത് സംസ്ഥാന സർക്കാർ തന്നെയാണ്. ടീകോമിനെ ഒഴിവാക്കി പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്നാണ് സർക്കാർ വാദം. 100 കമ്പനികൾ പദ്ധതിക്കായി കാത്തുനിൽക്കുന്നുവെന്ന് വ്യവസായ മന്ത്രി പറയുന്നു. സർക്കാർ മേൽനോട്ടത്തിൽ തന്നെ ഭൂമി ഉപയോഗിക്കുമെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. കാക്കനാട് ഇൻഫോ പാർക്കിനോട് ചേർന്ന് IT ടൗൺഷിപ്പായിരുന്നു 2011 കരാർ ഒപ്പിട്ട പദ്ധതിയുടെ ലക്ഷ്യം. പദ്ധതിയിൽ കാര്യമായ ശ്രദ്ധ പുലർത്താത്തതിനാൽ പിന്മാറ്റം സംബന്ധിച്ച് ടീകോമുമായി സർക്കാർ തലത്തിൽ പലവട്ടം ചർച്ച നടന്നിരുന്നു. പരസ്പര ധാരണയോടെയുള്ള പിന്മാറ്റത്തിനാണ് സർക്കാരിന്റെ നീക്കം. ഇങ്ങനെ നീങ്ങിയില്ലെങ്കിൽ ടീകോം നിയമനീക്കങ്ങൾക്കൊരുങ്ങുമോ എന്നതും വെല്ലുവിളിയാണ്. 2009 ആലോചനകൾ ആരംഭിക്കുമ്പോഴുള്ള അവസ്ഥയല്ല കാക്കനാട്ടെ ഭൂമിയുടേത്. ലാൻഡ് വാല്യൂ ഏറെ ഉയർന്ന ഭൂമി എങ്ങനെയും തിരികെ പിടിക്കണമെന്ന ചിന്തയാണ് ഇപ്പോഴത്തെ നീക്കങ്ങൾക്ക് പിന്നിലെന്ന് സർക്കാർ കേന്ദ്രങ്ങൾ വാദിക്കുന്നു. പക്ഷേ ടീകോമിനെ ഒഴിവാക്കി പുതിയതായി ആർക്ക് പരവതാനി വിരിക്കാനാണ് സർക്കാരിന്റെ നീക്കമെന്നതാണ് ചോദ്യം. സ്മാർട്ട് സിറ്റി വീണ്ടും വിവാദകാലമാകുമെന്ന് ഉറപ്പ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ടീകോമിന്റെ പിന്മാറ്റം എന്തുകൊണ്ടെന്ന് സർക്കാർ വിശദീകരിക്കണമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ടീകോമിന് നഷ്ടപരിഹാരം നൽകുന്നതോടെ പരാജയം പൂർണ്ണമായെന്നും PK കുഞ്ഞാലിക്കുട്ടി വിമർശിച്ചു. വളരെ വിചിത്രമായ ഒരു സംഗതിയാണ് തോന്നുന്നത്. ഇങ്ങനെ ഇടുന്നതിൽ ഒട്ടും ഗുണമില്ല. പക്ഷേ പരാജയം വേണ്ട പൂർണ്ണമാകുന്നതാണല്ലോ അവരെ കോമ്പൻസേഷൻ കൊടുത്ത് ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞാൽ. വാർത്ത കാണുന്നതല്ലാതെ ബാക്കിയൊന്നും ഞങ്ങൾക്കൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു പിന്മാറ്റവും നഷ്ടപരിഹാരവും ഒക്കെ എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരു ദുഃഖകരമായ വാർത്തയിലേക്ക് വരുമ്പോൾ ആലപ്പുഴ കളർകോട് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലിരുന്ന വിദ്യാർത്ഥി മരിച്ചു. എടത്ത സ്വദേശി ആൽവിനാണ് മരിച്ചത്. അപകടത്തിൽ തലച്ചോറിനും ആന്തരിക അവയവങ്ങൾക്കും ഗുരുതരമായ ക്ഷതമേറ്റിരുന്നു. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം സംഭവിച്ചത്. ശരണ്യ സ്നേഹം ചേരുന്നു. ശരണ്യ, എന്താണ് വിശദാംശങ്ങൾ? സജിത്ത്, ആൽവിന് ഗുരുതരമായ പരിക്കായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന കളർകോടത്തെ വാഹനാപകടത്തിൽ. തുടർന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ആദ്യഘട്ടത്തിൽ ചികിത്സ നൽകി. ഇന്നലെ രാവിലെയോടുകൂടി ഗുരുതര സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ആൽവിന്റെ മാതാപിതാക്കൾ കൂടി ആവശ്യപ്പെട്ടതനുസരിച്ച് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ആൽവിനെ മാറ്റിയിരുന്നു. എങ്കിൽ പോലും മെഡിക്കൽ ബുള്ളറ്റിനുകളിലെല്ലാം തന്നെ ആൽവിന്റെ സ്ഥിതി ഗുരുതരമാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ടേയിരുന്നു. ഈ അപകടത്തിൽ ആൽവിന് തലയ്ക്കും ഒപ്പം തന്നെ ആന്തരിക അവയവങ്ങൾക്കും ഗുരുതരമായ പരിക്ക് ഏറ്റിരുന്നു. അത്തരത്തിൽ ആന്തരിക രക്തസ്രാവം അടക്കമുള്ള ഗുരുതര പ്രശ്നങ്ങൾ ആൽവിന് ഉണ്ടായിരുന്നു. ആദ്യഘട്ടം മുതൽ തന്നെ, അതായത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ആദ്യഘട്ടം മുതൽ തന്നെ ആൽവിൻ വെന്റിലേറ്ററിലായിരുന്നു. പിന്നീട് ഇന്നലെ ആണ് മെഡിക്കൽ ബോർഡ് കൂടി ഇത്തരത്തിൽ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തത്. ഇപ്പോൾ 1 മണിക്കൂർ മുമ്പ് മരണം സ്ഥിരീകരിച്ചു. അതാണ് സാഹചര്യം. ആൽവിന്റെ മരണം കൂടി സ്ഥിരീകരിക്കുന്നു. ആലപ്പുഴ കളർകോട് അപകടത്തിൽപ്പെട്ട കാർ ഓടിച്ചിരുന്ന മെഡിക്കൽ വിദ്യാർത്ഥി ഗൗരി ശങ്കറിനെ പ്രതി ചേർത്ത് സൗത്ത് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. ബസ് ഡ്രൈവറെ പ്രതിയാക്കി ആദ്യം രജിസ്റ്റർ ചെയ്ത FIR റദ്ദാക്കിയാണ് പുതിയ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. അശ്രദ്ധമായി വാഹനമോടിച്ച് ജീവഹാനി സംഭവിക്കൽ, അമിത വേഗത എന്നീ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഗൗരി ശങ്കറിനെ 1-ാം പ്രതിയാക്കി സൗത്ത് പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. 5 മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ അപകടമുണ്ടായത് തൊട്ടു മുമ്പിലത്തെ വാഹനത്തെ മറികടക്കുന്നതിനിടെയാണെന്നാണ് ഗൗരി ശങ്കറിന്റെ മൊഴി. കാറിനെ വലതുവശം വഴി മറികടക്കുമ്പോൾ ഉദ്ദേശിച്ച വേഗം കിട്ടിയില്ല. എതിർവശത്ത് നിന്ന് KSRTC ബസ് വരുന്നത് കണ്ട് ബ്രേക്ക് ചവിട്ടിയപ്പോൾ നിയന്ത്രണം വിട്ട് വലത്തേക്ക് തെന്നിമാറി ബസ്സിൽ ഇടിച്ചു കയറുകയായിരുന്നുവെന്നും മൊഴിയിൽ വിശദീകരിക്കുന്നു. വാഹനം വാടകയ്ക്കെടുത്തത് ഗൗരിശങ്കർ ആണെന്ന് നേരത്തെ തന്നെ പോലീസ് കണ്ടെത്തിയിരുന്നു. വാടകയായി തന്റെ ഗൂഗിൾ പേ വഴി 1000 രൂപയും വാഹന ഉടമ ഷാമിൽ ഖാന് നൽകുകയും ചെയ്തു.
അതേസമയം അപകടത്തിന് തൊട്ടുമുമ്പ് KSRTC മറികടന്നെത്തിയ കാറിന്റെ തീവ്ര വെളിച്ചത്തിൽ ഗൗരിശങ്കറിന്റെ കാഴ്ച മറഞ്ഞതായിരിക്കാമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ വിലയിരുത്തൽ. ന്യൂസ് 18 ആലപ്പുഴ. വരുന്നു വീണ്ടും സിൽവർ ലൈൻ. സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് റെയിൽവേയുമായുള്ള ആദ്യഘട്ട ചർച്ച വളരെ പോസിറ്റീവായിരുന്നുവെന്നാണ് കേരയിൽ MT അജിത് കുമാറിന്റെ പ്രതികരണം. തുടർ ചർച്ചകൾ വരും ദിവസങ്ങളിലും ഉണ്ടാകും. അതേസമയം കേന്ദ്ര അനുമതി കിട്ടിയാലും സിൽവർ ലൈൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് പ്രതിപക്ഷം. സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി പ്രതിഷേധ മാർച്ചും നടത്തി. കൊച്ചിയിലെ റെയിൽവേ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിലായിരുന്നു നിർണായക കൂടിക്കാഴ്ച. റെയിൽവേ നിർമ്മാണ വിഭാഗം ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഷാജി സക്രിയയുമായി 45 മിനിറ്റ് നീണ്ട ചർച്ച പോസിറ്റീവായിരുന്നുവെന്ന് കേരയിൽ MD അജിത് കുമാർ. റിപ്പോർട്ട് ചെയ്യാൻ ഒരു ഡേറ്റയും ഇല്ല. റെയിൽവേ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കുറെ മീറ്റിംഗ്സ് ഉണ്ട്. എന്നാൽ കേന്ദ്ര അനുമതി കിട്ടിയാലും സിൽവർ ലൈൻ അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ അനുമതി വാങ്ങിച്ചു കൊണ്ടുവന്നാലും കേരളത്തിൽ സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കാൻ സമ്മതിക്കില്ല. കേരളത്തെ തകർക്കാൻ, പാരിസ്ഥിതികമായി തകർക്കാൻ, സാമ്പത്തികമായി തകർക്കാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല. ഇന്നത്തെ ചർച്ചയ്ക്കെതിരെ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഇതൊന്നും ഈ DPR ഒന്നും കറക്റ്റുള്ള ഒരു DPR ഒന്നും അല്ലല്ലോ. എല്ലാവർക്കും അറിയാം, ഏത് കൊച്ചുപിള്ളേർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. വന്ദേ ഭാരത് കൂടി ഓടിക്കാവുന്ന ബ്രോഡ്ഗേജ് പാത മതിയെന്ന കേന്ദ്രത്തിന്റെ നിർദ്ദേശം ഉൾക്കൊണ്ട് TPRൽ മാറ്റം വരുത്താൻ സംസ്ഥാനം തയ്യാറാകുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സിൽവർ ലൈൻ ട്രെയിനുകൾ മാത്രം ഓടുന്ന പാതയാണ് സംസ്ഥാന സർക്കാർ പദ്ധതിയിട്ടിരിക്കുന്നത്. നിലവിലുള്ള TPR അടിമുടി പൊളിക്കുമ്പോൾ സിൽവർ ലൈനിന്റെ ഉദ്ദേശ ലക്ഷ്യത്തിന് അത് ഘടകവിരുദ്ധമായി മാറുമെന്നാണ് കേരളത്തിന്റെ നിലപാട്. ന്യൂസ് 18 കൊച്ചി. ചികിത്സ വേണ്ടത് ഡോക്ടർക്ക്. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ പ്രസവത്തിനിടെ നവജാത ശിശുവിൻ്റെ ഞരമ്പുകൾ തകർന്ന് 1.5 വയസ്സുകാരന് കൈയുടെ ചലനശേഷി നഷ്ടപ്പെട്ട സംഭവത്തിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. ഡോക്ടർ പുഷ്പ പ്രസവമെടുത്ത കൂടുതൽ കുട്ടികൾക്ക് ഇത്തരത്തിൽ ഞരമ്പുകൾ തകർന്ന് പരിക്ക് സംഭവിച്ചതായി ആശുപത്രി സൂപ്രണ്ട് ദീപ്തി തുറന്നു സമ്മതിക്കുന്ന ശബ്ദ സംപ്രേഷണം ന്യൂസ് 18 പുറത്തുവിട്ടു. ഇത്രയും നെഗ്ലിജൻസ് ആയിട്ട് കാണിക്കാൻ നിർത്തി ഈ ഡോക്ടറിനൊക്കെ അവിടെ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യങ്ങളുണ്ട്. അവർ പറഞ്ഞ് ഇത്ര ചിലവായതല്ല, ഇത്ര കോമ്പൻസേഷൻ കറക്റ്റ് ചെയ്ത് തരാം എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അതുപോലെ തന്നെ ഡോക്ടറിനെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കാം. ആലപ്പുഴയിലെ വനിതാ ശിശു ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ദീപ്തിയും പ്രസവത്തിനിടയിൽ ബ്രേച്ചിൽ പ്ലെക്സ് ഇഞ്ചുറി സംഭവിച്ച പിന്നീട് കൈയുടെ ചലനശേഷി തന്നെ നഷ്ടപ്പെട്ട 1.5 വയസ്സുകാരൻ വിഹാന്റെ അച്ഛൻ വിഷ്ണുവുമായുള്ള സംഭാഷണമാണ് നിങ്ങൾ കേൾക്കുവാൻ പോകുന്നത്. വിഹാൻ ജനിച്ച അതേ സമയത്ത് ഡോക്ടർ പുഷ്പ പ്രസവമെടുത്ത 2 കുട്ടികൾക്ക് കൂടി സമാനമായ രീതിയിൽ തോളലിനും ഞരമ്പുകൾക്കും പരിക്കു പറ്റിയിരുന്നതായി ആശുപത്രി സൂപ്രണ്ട് ലാഘവത്തോടെ തുറന്നു സമ്മതിക്കുന്നു. ഇതിനു മുമ്പും ആ വർഷം 3 പിള്ളേർക്ക് ഉണ്ടായിട്ടുണ്ട്. ഇദ്ദേഹം പരാതി എന്നോടൊന്ന് പറഞ്ഞിട്ട് പോയില്ലേ. അതിനുശേഷം ആ 2 പേരെയും ഞാനിവിടെ ഒന്ന് വരുത്തി കണ്ടു. അവർ 2 പേരും മെഡിക്കലായിട്ട് ഇരിക്കുകയാണ്, യാതൊരു പ്രശ്നവുമില്ല. കാരണം ഇഞ്ചുറിയുടെ ആ ഒരു എമൗണ്ട് ഇത് ഇദ്ദേഹത്തിൻ്റെ മാസം തന്നെ ഒരു കുട്ടി, പിന്നെ അല്ലാതെ ഒരു കുട്ടി, 3 പേർക്കായിരുന്നു ആ ഒരു എൻ്റെ വർഷത്തിൽ. നമുക്ക് മൊത്തം 2200ഓളം ഡെലിവറി ഉണ്ടായിരുന്നു. അതിൽ 3 പേർക്കാണ് ഈ കൈക്ക് പ്രോബ്ലം ഉണ്ടായത്. എനിക്ക് മെഡിക്കൽ സയൻസിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഇത് ശരിയാവുന്നുള്ളത് കുറച്ച് സമയം കൊണ്ട് റിവേഴ്സിബിൾ എന്നാണ് പറയുന്നത്. പരിക്കേറ്റ 3 കുട്ടികളെയും നേരിൽ കണ്ടുവെന്നും കുഴപ്പമില്ലെന്നും അവർ പറയുമ്പോൾ ഒരു കൈ പാതി തളർന്നു പോയ കുഞ്ഞു വിഹാനെ മറുകൈകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പരിശീലിപ്പിക്കണമെന്ന് ഒട്ടും കുറ്റബോധമില്ലാതെ പറയുന്നു. നമുക്കിപ്പോൾ എന്തെങ്കിലും ഇപ്പം ഒരാളുടെ കുഴപ്പം കൊണ്ടാണെങ്കിലും അല്ലാതെ ആണെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് സംഭവിച്ചതിനോട് നമ്മുടെ എങ്ങനെ മാക്സിമം പൊരുത്തപ്പെടുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതം ഇരിക്കുന്നത്. അതല്ലാതെ അതിനെ പഴിച്ചും അതിനെ പുറത്തും നമ്മൾ കളയാനുള്ളതല്ല. അവർക്കെതിരെ നമ്മളെല്ലാ ലീഗൽ നടപടി എടുക്കണം. അതിനൊക്കെ വെച്ച് നമ്മുടെ ജീവിതം നമ്മുടേതാണ്. അതിന്റെ സന്തോഷങ്ങൾ നമുക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. 30-ാം തീയതി റിപ്പോർട്ട് തയ്യാറാക്കാന്നാണ് എനിക്ക് തരാമെന്നാണ് പറഞ്ഞത്. ഡോക്ടറിന്റെ 30-ാം തീയതി ആകും. അവർക്കുള്ള എല്ലാ ഫയലെല്ലാം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. 30-ാം തീയതി ഡോക്ടർ ഒരു ഇത് പറയും, അത് നിങ്ങളെ വിളിച്ച് അറിയിക്കാന്ന് പറഞ്ഞു. അത് അറിയിക്കാത്ത മുഖാന്തരം ഞാൻ നേരെ അകത്തോട്ട് കയറുമായിരുന്നു. അവരുടെ വായിന്ന് തന്നെ നമുക്കിത് കേൾക്കുന്നത്.
വിഷ്ണുവിന്റെ പരാതിയിന്മേൽ സൗത്ത് പോലീസ് ഡോക്ടർ പുഷ്പയ്ക്കെതിരെ പുതിയ കേസെടുത്തെങ്കിലും കുടുംബത്തിന് നീതി കിട്ടുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. എല്ലാം അറിഞ്ഞിട്ടും ആരോഗ്യവകുപ്പിന്റെ മൗനമാണ് ഏറ്റവും മനസാക്ഷിരഹിതം. ഇവിടെ പിഴവ് തുറന്ന് സമ്മതിച്ചിരിക്കുന്നത് വനിതാ ശിശു ആശുപത്രിയിലെ ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെയാണ്. ഇനിയെങ്കിലും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമോ? ഈ ചോദ്യം ന്യൂസ് 18 ഉന്നയിക്കുന്നത് ഇരയാക്കപ്പെട്ട ഒരുപാട് മനുഷ്യർക്ക് വേണ്ടിയാണ്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. എലത്തൂർ ഇന്ധനച്ചോർച്ചയിൽ HPCL കമ്പനിക്കെതിരെ കേസെടുത്തു. ഗുരുതരമായ വീഴ്ചയാണ് HPCL നിന്നുണ്ടായതെന്ന് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് പറഞ്ഞു. ജലസ്രോതസ്സുകളിൽ ലയിച്ച ഡീസൽ നിർവീര്യമാക്കാനുള്ള നടപടികൾ കമ്പനി ഉടൻ ആരംഭിക്കും. ചോർച്ചയുണ്ടായ HPSL പ്ലാന്റിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥരും ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വിഭാഗം ഉദ്യോഗസ്ഥരും പരിശോധന നടത്തിയ ശേഷമാണ് കേസെടുത്തത്. 1 കോടി രൂപ വരെ പിഴയും തടവ് ശിക്ഷയും വരെ ലഭിക്കാവുന്ന സെക്ഷൻ 92, 96 വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. കമ്പനിക്ക് കാരണം കാണിക്കൽ നോട്ടീസും നൽകി. ഗുരുതര വീഴ്ചയാണ് കമ്പനിക്കുണ്ടായതെന്ന് കളക്ടറേറ്റിൽ നടന്ന അവലോകന യോഗത്തിന് ശേഷം ജില്ലാ കളക്ടർ വ്യക്തമാക്കി. ഒഴിവായത് വലിയ ദുരന്തമാണെന്നും HPCLലെ മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രോണിക് സംവിധാനങ്ങൾ പരാജയപ്പെട്ടതാണ് ചോർച്ചയ്ക്ക് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ പൊല്യൂഷനിന്റെ റെക്ടിഫിക്കേഷനും ഈ പൊല്യൂഷനിന്റെ കൺട്രോളും ഒരു ടെക്നിക്കൽ കാര്യങ്ങളുണ്ട്. ഓയിൽ ഡിസ്പേഴ്സൻറ്റ് പോലെ ഒരു കെമിക്കൽ ഉണ്ട്. അത് കെമിക്കൽ യൂസ് ചെയ്തിട്ട് ആ ഓയിൽ മാറ്റാൻ പറ്റും. അത് ഒരു അക്സെപ്റ്റഡ് പ്രൊവിഷനാണ്. അതൊരു ഏത് ഓയിൽ പൊല്യൂഷൻ ആണെങ്കിൽ, വെള്ളത്തിൽ ഓയിൽ പൊല്യൂഷൻ ആണെങ്കിൽ അത് നമുക്ക് ചെയ്യുന്നുണ്ട്. അത് അവർ ഓൾറെഡി നടപടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് HPCL. ആൻഡ് ദേ ഹാവ് ടു ക്ലീൻ ദ എൻറ്റയർ വാട്ടേഴ്സ്. അതൊന്നും സംശയമില്ല, ഒരു ഡൗട്ടും ഇല്ല ഈ കാര്യത്തിൽ. അവർക്ക് എല്ലാ വാട്ടർ ബോഡീസ് ക്ലീൻ ചെയ്യണം. വാട്ടർ ബോഡീസിലെ പൊല്യൂഷൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം ആ ഡീസൽ വളരെ ഫാസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. ഒരു സ്ഥലത്തിൽ നമുക്ക് അങ്ങനെ സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. ഈ വെള്ളത്തിലാണെങ്കിൽ ഇറ്റ് ഗോസ് വെരി ഫാസ്റ്റ്. അതുകൊണ്ട് ഇപ്പോൾ ഓൾറെഡി റിവറിലേക്ക് പോയി അവിടെ തൊഴിലാളിയുണ്ട്, മത്സ്യത്തൊഴിലാളിയുണ്ട്, അവർക്ക് ഒരു ഇമ്പാക്ട് വരും. അതിന്റെ ഒരു വേറെ നടപടി നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പറയാം. പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ട് വെള്ളത്തിൽ എല്ലാ പൊല്യൂഷൻ ഈ ഓയിൽ ഡിസ്പേഴ്സൻ കെമിക്കൽ യൂസ് ചെയ്തിട്ട് അവർക്ക് ക്ലീൻ ചെയ്യേണ്ടി വരും. ഇന്നലെ വൈകുന്നേരം മുതലാണ് കമ്പനിക്ക് പുറത്തുള്ള ഓവുചാലിൽ ചോർച്ച ദൃശ്യമായത്. 12 വീപ്പകളിലും കന്നാസുകളിലുമായി 2000 ലിറ്ററിലധികം ഡീസൽ ഇന്നലെ ശേഖരിച്ചു. അർദ്ധരാത്രിയോടെ ചോർച്ച നിയന്ത്രണ വിധേയമായെന്ന് അധികൃതർ വ്യക്തമാക്കിയെങ്കിലും ഇന്ന് രാവിലെ മുതൽ ജലാംശം കുറഞ്ഞ ഡീസൽ ഓവുചാലിലൂടെ ഒഴുകിക്കൊണ്ടേയിരുന്നു. നിരവധി പേരാണ് കുപ്പികളിലും കന്നാസുകളിലുമായി ഡീസൽ ശേഖരിച്ചു മടങ്ങിയത്. ഇപ്പോഴും വരുന്നത് നിങ്ങൾ കണ്ടില്ലേ, ക്ലിയർ ഡീസൽ മാത്രമാണ്. ഇതിന് വെള്ളത്തിന്റെ ആവശ്യമില്ലേ, ക്ലിയർ ഡീസൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അങ്ങനെ എത്ര എവിടെ നിന്ന് വരാണ്ടാവും? ഇവരാകെ സേഫ്റ്റി മെഷേഴ്സ് എന്ന് പറയുന്ന സാധനം പഞ്ഞിക്കട്ടാണ്. ഇത്രയും ജനങ്ങൾ ഈ പഞ്ഞിക്കട്ടകളെ വിശ്വസിച്ചാണ് ജീവിക്കേണ്ടത്. ഓവുചാലിലൂടെ ഒഴുകിയ എണ്ണമയം സമീപത്തെ ജലസ്രോതസ്സുകളിലും കടലിലേക്കും എത്തിയിട്ടുണ്ട്. ചില മേഖലകളിൽ മീനുകൾ ചത്തുപൊങ്ങിയതായും നാട്ടുകാർ അറിയിച്ചു. മുംബൈയിൽ നിന്നും എത്തിക്കുന്ന പ്രത്യേക രാസമിശ്രിതം ഉപയോഗിച്ച് വെള്ളത്തിലെ ഡീസൽ നിർവീര്യമാക്കും. മണ്ണിൽ കലർന്നതും ഉടൻ വൃത്തിയാക്കുമെന്നും HPCL അറിയിച്ചു. ചോർച്ച സൃഷ്ടിച്ച പാരിസ്ഥിതിക ആഘാതത്തെക്കുറിച്ച് വിശദമായ പരിശോധനയും ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. പള്ളിത്തർക്കത്തിൽ സമവായ സാധ്യത തുറന്ന് ഓർത്തഡോക്സ് സഭ. മലങ്കര സഭയിൽ വ്യവസ്ഥാപിത സമാധാനത്തിന് ബെസേലിയസ് മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവ ആഹ്വാനം ചെയ്തു. കുറ്റങ്ങളും കുറവുകളും മറന്ന് സഭകൾ തമ്മിൽ ഐക്യം ഉണ്ടാകണമെന്ന് ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ വ്യക്തമാക്കി. കേസുകൾ പിൻവലിക്കാതെ സമാധാന നീക്കങ്ങൾക്ക് തയ്യാറല്ലെന്നാണ് യാക്കോബായ സഭയുടെ നിലപാട്. ഓർത്തഡോക്സ് യാക്കോബായ സഭകൾ തമ്മിൽ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന തർക്കങ്ങൾക്കിടെയാണ് ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ ബെസേലിയസ് മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ സമാധാനത്തിന് ആഹ്വാനം ചെയ്യുന്നത്. കുറ്റങ്ങളും കുറവുകളും മറന്ന് സഭകൾ തമ്മിൽ ഐക്യമുണ്ടാകണം. 1934 ഭരണഘടന അംഗീകരിച്ച് ഇരു സഭകളും ഒരൊറ്റ സഭയായി മാറണം. ഒന്നിച്ചു നിന്നാൽ മലങ്കര സഭ വലിയൊരു ശക്തിയായി മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇരുണ്ട മനസ്സുകളായി മാറുന്നത് നമുക്ക് മലങ്കര സഭാ മക്കൾക്ക് ഭൂഷണമല്ല. അങ്ങനെയുള്ള സഭാമക്കൾ ആ സത്യം തിരിച്ചറിഞ്ഞ് കുറവുകളും കുറ്റങ്ങളുമൊക്കെ ആർക്കും വരാം. അതൊക്കെ ഓരോ കാലഘട്ടത്തിൽ വൈകാരികമായ ചില അനുഭവങ്ങൾ കൂടി കടന്നു പോകാം. പക്ഷേ അതെല്ലാം തിരിച്ചറിഞ്ഞ് സമാധാനത്തിനും സന്തോഷത്തിനും സഭയുടെ ഐക്യതയ്ക്കും വേണ്ടി നിലകൊള്ളുവാൻ എല്ലാവരും തയ്യാറാകണം. പെരുമ്പാവൂരിൽ നടന്ന മലങ്കര വർഗീസ് അനുസ്മരണ യോഗത്തിലാണ് കാതോലിക്ക ബാവയുടെ സമാധാന ആഹ്വാനം. പള്ളിത്തർക്കത്തിൽ ശാശ്വത പരിഹാരം വേണമെന്നാണ് നിലപാടെങ്കിലും കേസുകൾ പിൻവലിക്കാതെ സമാധാന ശ്രമങ്ങൾക്ക് തയ്യാറല്ലെന്നും യാക്കോബായ സഭാ വക്താവ്
കുര്യാക്കോസ് മാർ തിയോഫിലോസ് വ്യക്തമാക്കി. ഇത് പ്രശ്നപരിഹാരത്തിനുള്ളതായ ഏറ്റവും അതിന് പ്രായോഗികവും ശാശ്വതവുമായ മാർഗം എന്ന് പറയുന്നത് കേസുകളെല്ലാം അവസാനിപ്പിച്ച് പള്ളി കയ്യേറ്റങ്ങൾ അവസാനിപ്പിച്ച് 2 സഹോദരി സഭകളായി പരസ്പര സഹകരണത്തിലും സഹവർത്തിത്വത്തിലും മുന്നോട്ട് പോവുക എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ളതായ പ്രശ്നപരിഹാരവും ഇതിനുള്ളതായ ശാശ്വതമായ സമാധാനവും. പാത്രിയാർക്കീസ് ബാവയുടെ കേരള സന്ദർശനത്തിന് മുന്നോടിയായുള്ള ഓർത്തഡോക്സ് സഭയുടെ നയം മാറ്റം പള്ളിത്തർക്കത്തിൽ നിർണായകമാണ്. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി തർക്കത്തിലുള്ള 6 പള്ളികൾ എത്രയും വേഗം ഓർത്തഡോക്സ് സഭയ്ക്ക് നൽകണമെന്നും സഭകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകണമെന്നും നിർദ്ദേശിച്ചിരുന്നു. ന്യൂസ് 18 കൊച്ചി. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണത്തെ എതിർത്ത് സർക്കാർ. കേസിൽ CBI അന്വേഷണം ആവശ്യമില്ലെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിക്കും. പോലീസ് അന്വേഷണത്തിൽ പാളിച്ചകളില്ല. കുടുംബത്തിന്റെ ആശങ്കകളും പരിശോധിക്കും. കൊലപാതകമെന്ന ആരോപണത്തിലും അന്വേഷണം നടത്തുമെന്നും സർക്കാർ കോടതിയെ അറിയിക്കും. വെറ്ററിനറി സർവകലാശാല വിദ്യാർത്ഥി JS സിദ്ധാർത്ഥിന്റെ ആത്മഹത്യാ കേസിൽ പ്രതികളായ വിദ്യാർത്ഥികളെ ഡീബാർ ചെയ്ത സർവകലാശാല നടപടി ഹൈക്കോടതി റദ്ദാക്കി. വിദ്യാർത്ഥികൾക്കുള്ള 3 വർഷത്തെ അഡ്മിഷൻ വിലക്കും സിംഗിൾ ബെഞ്ച് റദ്ദാക്കി. പുതിയ അന്വേഷണം നടത്താൻ സർവകലാശാല ആന്റി റാഗിംഗ് സ്ക്വാഡിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. അന്വേഷണം പൂർത്തിയാകുന്നതുവരെ പഠനം തുടരാൻ പ്രതികൾക്ക് അവസരം നൽകണം. 4 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണമെന്നും സർവകലാശാലയോട് കോടതി നിർദ്ദേശിച്ചു. നടപടിക്രമങ്ങൾ പാലിക്കാതെയെടുത്ത നടപടി റദ്ദാക്കണമെന്നതായിരുന്നു ഹർജിക്കാരുടെ ആവശ്യം. തൃശൂർ പാലപ്പിള്ളിയിൽ സെപ്റ്റിക് ടാങ്കിൽ വീണ കാട്ടാന ചെരിഞ്ഞു. സ്വകാര്യ വ്യക്തിയുടെ വീട്ടുപറമ്പിലെ ടാങ്കിലാണ് ആന വീണത്. ഇന്ന് രാവിലെ 8 മണിയോടെയാണ് എലിക്കോട് സ്വദേശി റാഫിയുടെ വീട്ടുപറമ്പിലെ സെപ്റ്റിക് ടാങ്കിൽ കാട്ടാന വീണത്. ആളില്ലാത്ത വീട്ടിലെ ടാങ്കിലായിരുന്നു അപകടം. നാട്ടുകാർ അറിയിച്ചതോടെ വനംവകുപ്പെത്തി ആനയെ രക്ഷപ്പെടുത്താൻ ശ്രമം തുടങ്ങി. എന്നാൽ പിൻകാലുകൾ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. JCB എത്തിച്ച് മണ്ണ് മാറ്റിയെങ്കിലും 4 മണിക്കൂറിലേറെ മണ്ണിനടിയിൽ കിടന്ന കുട്ടിയാന അവശനിലയിലായി. മലർന്നു കിടന്ന ആനയുടെ തലഭാഗത്തെ മണ്ണ് നീക്കവേ ചലനം കുറഞ്ഞുവന്നു. പിന്നാലെ ചരിയുകയായിരുന്നു. ന്യൂസ് 18 തൃശൂർ. നീലഗിരിയിൽ വനംവകുപ്പ് ജീവനക്കാർക്ക് നേരെ കാട്ടാന ആക്രമണം. വാഹനത്തിന് നേരെ ഓടിയെത്തി ആക്രമിക്കുകയായിരുന്നു. വാഹനത്തിന്റെ ചില്ല് തകർന്നു. കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ റിവേഴ്സ് വരുന്നേ കറക്റ്റായിട്ട് ഓട്ടുവണ്ടി. பொறுமையா இது பண்ணுங்க. ரொம்ப பொறுமையா போனோட தூக்கி விடணும். கிளாஸ் ஏற்றா உள்ளேட்டா கிளாஸ் ஏற்றி உள்ளேட்டா உள்ளேட்டா கிளாஸ் ஏற்றிருக்கலாம்ல உள்ளேட்டா. ഇടുക്കിയിലെ കാട്ടുകൊമ്പൻ പടയപ്പ വീണ്ടും ജനവാസ മേഖലയിൽ. ഗൂഡാർവിള എസ്റ്റേറ്റിലാണ് കാട്ടാന നിലയുറപ്പിച്ചിട്ടുള്ളത്. വ്യാപകമായി കൃഷിയും നശിപ്പിച്ചിട്ടുണ്ട്. ശരണമന്ത്രമുഖരിതം സന്നിധാനം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. സന്നിധാനത്ത് തിരക്ക് നിയന്ത്രണ വിധേയം. 56,425 തീർത്ഥാടകരാണ് ഇന്ന് ഇതുവരെ സന്നിധാനത്തെത്തിയത്. പമ്പ മുതൽ സന്നിധാനം വരെ എവിടെയും നിയന്ത്രണമില്ല. ഈ മണ്ഡലകാലത്ത് ശബരിമലയിൽ എത്തിയ തീർത്ഥാടകരുടെ എണ്ണം 15 ലക്ഷം കവിഞ്ഞു. നട തുറന്ന് 21ാം ദിവസമാണ് 15 ലക്ഷം തീർത്ഥാടകർ സന്നിധാനത്ത് എത്തിയത്. ഇത് ചരിത്രത്തിൽ ആദ്യമായി തന്നെയാണ്. കഴിഞ്ഞ വർഷം ഡിസംബർ 4 വരെ എത്തിയത് 10,04,607 തീർത്ഥാടകരാണ്. ഇന്നലെ വരെ 14,62,864 തീർത്ഥാടകരെത്തി. 4,58,257 പേരുടെ വർധനവാണ് ഇന്നലെ വരെ ഉണ്ടായത്. ഇന്ന് 11 മണിയോടെയാണ് തീർത്ഥാടകരുടെ എണ്ണം 15 ലക്ഷം കവിഞ്ഞത്. ശബരിമലയിൽ ദീപാരാധന നടക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങൾ.
ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് മിൽമാഗി. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. സ്വർണ്ണവില നിരക്ക്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7130, പവന് 57,040. 18 ക്യാരറ്റ് ഗ്രാമിന് 5895, പവന് 47,160. വെള്ളി ഗ്രാമിന് 99 രൂപ, കിലോഗ്രാമിന് 99,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം സുവി വിശ്വനാഥൻ ചേരും.